ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാൽവരിയുടെ മുൻപിലാണ്. ഈ പറയുന്ന പോലെ ആരൊക്കെയോ പറഞ്ഞു വെറ്റിച്ചിട്ടുണ്ട്. ഇതല്ല കേട്ടോ വെസ്റ്റേൺ വാൾ. വെസ്റ്റേൺ വാൾ ഇതല്ല, കാൽവരി. കാൽവരിയുടെ മതിലല്ല വെസ്റ്റേൺ വാൾ. വെസ്റ്റേൺ വാൾ എന്ന് പറയുന്നത് വേറെ. ഇതാണ് കൽവരിയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതില്, പ്രധാന വാതിൽ ഇതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൽവരി മല എന്നൊരു പ്രതീകമാണ്. പക്ഷേ ഇപ്പം മലയല്ല, യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലവും കുരിശിൽ നിന്നിറക്കി യേശുവിൻ്റെ പരിശുദ്ധ ശരീരത്തിൽ സുഗന്ധതൈലം പൂശിയ സ്ഥലവും അതിനുശേഷം യേശുവിനെ അടക്കം ചെയ്ത കല്ലറയും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചാണ് ഇത്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ വരുമ്പോൾ ഗൈഡിൻ്റെ കൂടെ അല്ലാതെ സ്വന്തമായി പ്രാർത്ഥിക്കാനായിട്ടും അതുപോലെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി വരുന്നവരാണെങ്കിൽ കൽവരി എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ലൊക്കേഷൻ കാണിക്കത്തില്ല. അപ്പോൾ ചർച്ച് ഓഫ് സെപ്പൽച്ചർ എന്ന് അടിച്ചു കൊടുത്താലാണ് ലൊക്കേഷൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് സ്വന്തമായി വരുന്നവർ, ലൊക്കേഷൻ നോക്കി വരുന്നവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് നേരെ കൽവരിയിലേക്ക് കയറാം. ഞാൻ മുൻപ് പറഞ്ഞു കൽവരി ഒരു മലയായിട്ടല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ അതാണ് കൽവരി, യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ യേശുവിനെ കുരിശിൽ തറച്ച കൽവരിയിലേക്ക് പോകാണ്. ഇതിന് പിടിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞ് സ്റ്റെപ്പുകളാണ്, കയറി മുകളിലെത്തണം. അങ്ങനെ നമ്മൾ കാൽവരിയുടെ മുകളിലെത്തി. മുമ്പോട്ട് പോകുമ്പം കാണുന്നത് ഈശോയുടെ കയ്യിലും കാലിലും ആണി തറച്ചൊരു ചിത്രമാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം വെച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം അവിടുത്തെ ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ള ചിത്രങ്ങളാണ്. അതനുസരിച്ച് നോക്കുമ്പം യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ആണി തറച്ച ചിത്രമായതുകൊണ്ട് അവിടെ വെച്ചായിരിക്കാം കയ്യിലും കാലിലും ആണി തറച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മാതാവിൻ്റെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം ഒരു പാറ കണ്ടോ? അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യേശു കുരിശിൽ മരിച്ച സമയത്ത് പാറകൾ പിളർന്നു, ഭൂമി ഇളകി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാറയാണ് അത്. യേശുവിൻ്റെ ആ സമയത്തുള്ള പാറയുടെ മുകളിലായിരിക്കുമല്ലോ പള്ളി പണിത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടുള്ള പാറയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങൾ ഗൈഡിൻ്റെ കൂടെ ഒന്നും പോയതല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോയതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയത്തില്ല, എന്നാലും ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെയാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. അവിടെ മനോഹരമായ ഒരു ക്രൂശിത രൂപമുണ്ട്. ആ ബലിപീഠം, ചെറിയൊരു ബലിപീഠമുണ്ട്. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ഹോള്, അതായത് ഒരു കുഴി പോലെ, യേശുവിൻ്റെ കുരിശ് ഇറക്കി വെക്കുന്ന ആ വലുപ്പത്തിലുള്ളൊരു കുഴി. അതാണ് ഈ ബലിപീഠത്തിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും കയറി പ്രാർത്ഥിക്കുന്നത്. പാറ പിളർന്നതല്ലേ? ആയിരിക്കണം, അറിയത്തില്ല എനിക്ക്. അതിന് ഇതാണോ പാറ പിളർന്നെന്ന് അറിയില്ല. തിരിച്ചിറങ്ങുമ്പോൾ തലയിടിക്കല്ലേ കുഞ്ഞാ? കൽവരിയുടെ ഉൾഭാഗം ഒന്ന് നമുക്ക് കാണാം. വളരെ മനോഹരമായ ചിത്രങ്ങളും
ലൈറ്റുകളും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേർച്ചയിട്ടിട്ട് തിരിയെടുക്കുകയാണ്. തിരിക്കല്ല നമ്മൾ പൈസ കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ തുക നമ്മൾ നേർച്ചയിടുന്നു. നമുക്ക് ആവശ്യമുള്ള തിരി അവിടെ നിന്ന് എടുത്ത് കത്തിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേർച്ചയിട്ടിട്ട് തിരി പോയി വാങ്ങാം. എന്നിട്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എനിക്കൊരു സംശയമാണ്. സംശയം മാത്രമാണ്, ദൈവദോഷം പറഞ്ഞതെന്നൊന്നും ആരും പറയരുത്. അല്ല, ഞാൻ പിന്നെ പറയാം. ഇവിടെ കേട്ടോ നമ്മൾ നേർച്ചയിടുന്നത്. നേർച്ചയിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള തിരി എടുക്കുന്നു. അതിൻ്റെ അടുത്തിന് തിരിയുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ കത്തിക്കുന്നു കേട്ടോ. കത്തി മുഴുവൻ തീരെ നിൽക്കില്ല. അതിന് മുമ്പ് ഒത്തിരി പേര് കത്തിക്കുന്നതുകൊണ്ട് അവിടെ സ്ഥലവും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമ്പോൾ ആ തിരി അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നതാണ്. അപ്പം എൻ്റെ സംശയം ഇതാണ്. നമ്മുടെ കേരളത്തിലെ ദേവാലയങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നമ്മൾ പൊതുവെ നമ്മുടെ പള്ളികളിൽ ചെരുപ്പിട്ട് കയറാറില്ല അല്ലേ? പക്ഷേ ഏറ്റവും പരിശുദ്ധമായ, നമ്മുടെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് കൽവരി. കൽവരി വരുന്നവർ ചെരുപ്പ് അഴിച്ചു വെട്ടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഈ പറയുന്ന ഞാനും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടല്ല കയറിയത്. അപ്പോൾ ഏറ്റവും പരിശുദ്ധമായ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആ ചെരുപ്പിട്ട് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാട്ടോ. അപ്പോൾ അതൊരു തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്നറിയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.